നമസ്കാരം, VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വൈദ്യുതി നിരക്ക് വർധനവിൽ വ്യാപക പ്രതിഷേധം. തൊടുപുഴയിൽ LDF നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. CPI നേതാവ് K. സലീംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അറക്കുളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വാർഷികം ആഘോഷിച്ചു. PT തോമസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സംവിധാനങ്ങളോടെ നിർമ്മിച്ച കരിങ്കുന്നം ഇടയാടി അംഗൻവാടി മന്ദിരത്തിന്റെ ഉദ്ഘാടനം മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. കല്ലാനിക്കൽ സെന്റ് ജോർജ് UP സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബിന്റെയും മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെയും ഉദ്ഘാടനം മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. ഒളിമ്പിക്സിന്റെ ആവേശവുമായി പൂമാല ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒളിമ്പിക്സിന്റെ പ്രതീകാത്മക ചടങ്ങ് സംഘടിപ്പിച്ചു. സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വെള്ളിയാമറ്റം യൂണിറ്റ് കൺവെൻഷനും പെൻഷൻ ഭവന്റെ ശിലാസ്ഥാപനവും പന്നിമറ്റത്ത് നടന്നു. യൂണിറ്റ് രക്ഷാധികാരി കുര്യൻ ഫിലിപ്പ് നെയ്വേലിക്കുന്നേൽ ശിലാസ്ഥാപനം നിർവഹിച്ചു. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ സിവിൽ സർവീസ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് LDF നേതൃത്വത്തിൽ വൈദ്യുതി ഭവനിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം K. സലീംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. വൈദ്യുതി നിരക്ക് ഉടൻ പിൻവലിക്കുക. പ്രതിഷേധം പ്രതിഷേധം കേരളമാകെ പ്രതിഷേധം. വർദ്ധിപ്പിച്ച വൈദ്യുതി നിരക്ക് പിൻവലിക്കുക. കേരള സർക്കാർ നീതി പാലിക്കുക. ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന വൈദ്യുതി വകുപ്പ് മന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭയ്ക്ക് അകത്ത് പറഞ്ഞത് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെ. അറക്കുളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വാർഷികം ആഘോഷിച്ചു. PT തോമസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ നഗരസഭയിൽ മോഡലാണ് കുടുംബശ്രീ ആരംഭിച്ചത്. പിന്നീട് മോഡൽ ഈ മലപ്പുറം ജില്ലാ തെരഞ്ഞെടുപ്പുണ്ട്. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ മലയാള മനോരമ വായനക്കളരി ആരംഭിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് തൊടുപുഴയുടെ സഹകരണത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത്. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഹെഡ്മാസ്റ്റർ ജെയിംസ് ടി മാളിയക്കൽ, സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മോനിപ്പള്ളി, മലയാള മനോരമ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചെറിയ സാമ്പത്തിക സഹായം കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഞാൻ സ്കൂൾ ഓപ്പണിംഗ് തന്നെ പറയാറുള്ളത് നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു കാര്യം ഒരു വിഷമം ഘട്ടം വന്ന്. കരിങ്കുന്നം ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലെ ഇടയാടി അംഗൻവാടിയുടെ ഉദ്ഘാടനം മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോജി തോമസ് എടാമ്പുറം അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല സ്റ്റീഫൻ, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലമ്മ ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാനി ബെന്നി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ജോസ്, വിവിധ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വാർഡ് മെമ്പർ ബീന പയസ് സ്വാഗതം പറഞ്ഞു. കുറെ സ്ഥല സൗകര്യങ്ങളുടെ കൂടുതലുണ്ടെന്ന് ഞാൻ കാണുകയാണ്. ഈ രാജു ഇടയാടിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ആകെ 50 സെന്റ് സ്ഥലത്തിൽ കാലപ്പഴക്കം ചെന്ന സ്വകാര്യ ബസിന്റെ ടയറുകളാണ് കഴിഞ്ഞ ദിവസം കദളിക്കാടിന് സമീപം തെക്കുമല കവലിയിൽ ഒരാളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണമെന്ന് ആരോപണമുയർന്നു. കാറിൽ യാത്ര ചെയ്തിരുന്ന ആലപ്പുഴ സ്വദേശി മരണമടയുകയും ഒപ്പമുണ്ടായിരുന്ന 5ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സ്വകാര്യ ബസിന്റെ മുൻവശത്തെ ടയർ കട്ട തീർന്ന് നൂലിടുന്ന നിലയിലായിരുന്നു.
അപകടകരമായ ടയർ ഉപയോഗിച്ച ബസ് ഉടമയുടെ പേരിൽ കേസെടുക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. തിരുവനന്തപുരം നഗര വികസന പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ ഗതാഗത മന്ത്രി VS ശിവകുമാറിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. സെക്രട്ടേറിയറ്റ് സൗത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ചീഫ് സെക്രട്ടറി K. ജയകുമാർ, മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റായി KMA ഷുക്കൂറിനെയും ജനറൽ സെക്രട്ടറിയായി MS മുഹമ്മദിനെയും തെരഞ്ഞെടുത്തു. നിലവിൽ ജില്ലാ ജനറൽ സെക്രട്ടറിയായ KMA ഷുക്കൂർ 1975 കോട്ടയം ജില്ലാ MSF പ്രസിഡന്റായിരുന്നു. 1978 യൂത്ത് ലീഗ് പൂഞ്ഞാർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി, മുസ്ലിം ലീഗ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റായി മുഹമ്മദ് വെട്ടിക്കലിനെ തെരഞ്ഞെടുത്തു. നിലവിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയായ ഇദ്ദേഹം യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ, കുമാരമംഗലം പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ്, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. കല്ലാനിക്കൽ സെന്റ് ജോർജ് UP സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. APJ അബ്ദുൽ കലാമിന്റെ വിഷൻ 2020 ഉണ്ട്. അത് വായിച്ചാൽ നമുക്ക് വലിയ പ്രതീക്ഷയാണ്. ഇന്ത്യ രാജ്യം ലോകരാഷ്ട്രങ്ങളുടെ മുൻപന്തിയിൽ എത്താൻ പോകുന്ന ഒരു രാജ്യമാണ്. ഇപ്പോ A+ കൂട്ടിയ കുട്ടികളെ വിളിച്ചു ചേർത്തു. 602 പേരുണ്ടായിരുന്നു. എല്ലാ വിഷയങ്ങൾക്കും A+. കല്ലാനിക്കൽ സെന്റ് ജോർജ് UP സ്കൂളിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തനം തുടങ്ങി. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ ജനപ്രതിനിധികൾ, സ്കൂൾ അധികൃതർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കല്ലാനിക്കൽ സെന്റ് ജോർജ് UP സ്കൂളിലെ കുട്ടികളുടെ പത്രം ജ്യോതിസിന്റെ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല സ്റ്റീഫൻ നിർവഹിച്ചു. കുട്ടികളുടെ രചനകളാണ് ജ്യോതിസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ദീപിക നമ്മുടെ ഭാഷാ പദ്ധതിയുടെ ഉദ്ഘാടനം കല്ലാനിക്കൽ സെന്റ് ജോർജ് UP സ്കൂളിൽ പുളിമൂട്ടിൽ സെൽസ് മാനേജിംഗ് ഡയറക്ടർ ഔസേപ്പ് ജോൺ പുളിമൂട്ടിൽ നിർവഹിച്ചു. സാഹിത്യ സമാജത്തിന്റെ ഉദ്ഘാടനം DCL കോട്ടയം പ്രവിശ്യ കോർഡിനേറ്റർ PT തോമസ് നിർവഹിച്ചു. ഒളിമ്പിക്സിന്റെ തുടക്കത്തിന് സ്കൂൾ കുട്ടികളുടെ പ്രതികരണം ശ്രദ്ധേയമായി. പൂമാല ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് ലണ്ടൻ ഒളിമ്പിക്സിന്റെ പ്രതീകാത്മക ചടങ്ങ് സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തിയത്. 100ഓളം കുട്ടികൾ പങ്കെടുത്തു. കുട്ടികളിൽ ഒളിമ്പിക്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്ന കോൺഗ്രസ് നേതാവ് K. കരുണാകരന്റെ പ്രതിമാ നിർമ്മാണം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. തൃശൂരിൽ സ്ഥാപിക്കുവാനുള്ള പ്രതിമയാണിത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, K. മുരളീധരൻ MLA തുടങ്ങിയവർ ശില്പി കുന്നുവില മുരളിയുടെ അടുത്തെത്തി നിർമ്മാണ പുരോഗതി വിലയിരുത്തി. ലീഡറുടെ നാമധേയം പ്രഖ്യാപിച്ചിട്ടുള്ള തൊടുപുഴയിലെ ഗ്യാസ് ഏജൻസിയിൽ ലീഗൽ മെട്രോളജി വിഭാഗം പരിശോധന നടത്തിയതിൽ സിലിണ്ടറിന്റെ തൂക്കത്തിൽ കുറവ് കണ്ടെത്തി. ഒരു ലോഡ് പരിശോധിച്ചതിൽ 8 സിലിണ്ടറിലാണ് വ്യത്യാസം കണ്ടെത്തിയത്. കുറവ് കണ്ടെത്തിയ സിലിണ്ടറുകൾ ലീഗൽ മെട്രോളജി അധികൃതർ കസ്റ്റഡിയിലെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വെള്ളിയാമറ്റം യൂണിറ്റ് കൺവെൻഷനും പെൻഷൻ ഭവന്റെ ശിലാസ്ഥാപനവും പന്നിമറ്റത്ത് നടന്നു. യൂണിറ്റ് രക്ഷാധികാരി കുര്യൻ ഫിലിപ്പ് നെയ്വേലിക്കുന്നേൽ ശിലാസ്ഥാപനം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് MJ വർഗീസ് മറ്റത്തിനാനി, NB ചെല്ലപ്പൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. യൂണിറ്റ് കൺവെൻഷൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മെർലി ജോസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം NR നാരായണൻ തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ സിവിൽ സർവീസ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. സ്കൂളിലെ മീഡിയ ക്ലബിന്റെ നേതൃത്വത്തിൽ ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ എലൈറ്റിന്റെ സഹകരണത്തോടെയാണ് ക്ലാസ് നടത്തിയത്. ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ ജ്യോതിസ് മോഹൻ ക്ലാസ് നയിച്ചു. ആ ഒരു കാഴ്ചപ്പാടിൽ തന്നെ അങ്ങനെയൊക്കെ ആകണം. 4 പേരെ കൊണ്ട് സല്യൂട്ട് എടുപ്പിക്കണം. നാട്ടിൽ വന്നിട്ട് എല്ലാവർക്കും എന്തെങ്കിലും. ഇടുക്കി ജില്ലാ പോലീസ് അസോസിയേഷനും കാളിയാർ ട്രൈബൽ ജനമൈത്രി പോലീസും ചേർന്ന് പട്ടയക്കുടി ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂളിലെ കുട്ടികൾക്ക് കുട വിതരണം നടത്തി. PTA പ്രസിഡന്റ് സജി കുറുമ്പലയ്ക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് മെമ്പർ മിനിമോൾ മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോഴത്തേനും സർക്കാർ 1 വർഷം കൂടി നീട്ടിക്കൊടുത്തു. അത് നമ്മുടെ ഭാഗ്യമെന്ന് വേണം കരുതുവാൻ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബേബി ടീച്ചർ വന്നതിന് ശേഷം മറ്റുള്ള അധ്യാപകരെ ഉറച്ചായിട്ട് കാണുന്നതല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സഹകരണവും ഇതിന് വണ്ണപ്പുറം കവിതാ ലൈബ്രറിയിൽ ഹൈടെക് പഠന കേന്ദ്രത്തിന്റെ സഹായത്തോടെ വിദ്യാർത്ഥികൾക്ക് സ്റ്റഡി സ്കിൽ ക്ലാസ് നടത്തി. ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം ഇളന്തേശം ബ്ലോക്ക് മെമ്പർ PS സിദ്ധാർത്ഥൻ ഉദ്ഘാടനം ചെയ്തു. ജസ്ലിൻ തോമസ് ക്ലാസിന് നേതൃത്വം നൽകി. നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഏറ്റവും വലിയ ഇഷ്ടം നമ്മുടെ നാട്ടിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികളെ